ഡയാലിസിസ് രോഗികളുടെ വയറ്റത്തടിച്ച് ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നിർധനരായ 236 രോഗികൾക്ക് ഡയാലിസിസിനായി നൽകിയിരുന്ന ധനസഹായം മുടങ്ങിയിട്ട് 5 മാസമാകുന്നു. 2018 മുതൽ LDF ഭരണസമിതി നടപ്പിലാക്കി വിതരണം ചെയ്തു വന്നിരുന്ന പദ്ധതിയാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 1200 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഒരു ഡയാലിസിസിനായി രോഗികൾ ചെലവഴിക്കേണ്ടി വരുന്നത്. ചുരുങ്ങിയത് ആഴ്ചയിൽ 1 വീതം ഡയാലിസിസ് നടത്തേണ്ടി വരുന്നതിനാൽ ഒരു മാസം 6000 രൂപയോളം ചെലവ് വരും. നിർധന രോഗികൾക്ക് ഇത് വലിയ ബാധ്യതയാകുന്നത് പരിഗണിച്ചാണ് 900 രൂപ നിരക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലഘട്ടത്തിൽ നടപ്പാക്കിയത്. ഇത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. എന്നാൽ നഗരസഭയിൽ ബി.ജെ.പി. അധികാരത്തിലേറിയതിന് പിന്നാലെ ആനുകൂല്യം മുടങ്ങി. കഴിഞ്ഞ 5 മാസമായി തുക ലഭിക്കാതെ വന്നതോടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ രോഗികൾ ബുദ്ധിമുട്ടിലായെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്ത് പറഞ്ഞു. നിലവിൽ 236 രോഗികൾക്ക് അവർക്ക് പ്രതിമാസം 4 തവണയായി 900 രൂപ വീതം കോർപ്പറേഷൻ അതിൻ്റെ പദ്ധതിയിൽ നിന്നും തുക അനുവദിക്കുന്നതാണ് ഈ സ്കീം. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡയാലിസിസിന് 1600-ഉം 1200-ഉം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു രോഗിക്ക് 900 രൂപയുടെ ഒരു സഹായം അവർക്ക് ലഭിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി മാസം മുതൽ ആ തുക മുടങ്ങിയതായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെയും കോർപ്പറേഷന്റെയും ഈ അനാസ്ഥയ്ക്കെതിരെ രോഗികൾ രംഗത്തിറങ്ങുകയാണ്. അവരുടെ പ്രക്ഷോഭത്തിന് LDF പൂർണ്ണ പിന്തുണ നൽകുമെന്നും വി.കെ. പ്രശാന്ത് വ്യക്തമാക്കി. നിർഭാഗ്യവശാൽ തിരുവനന്തപുരം നഗരസഭാ മേയർ കഴിഞ്ഞ കാലങ്ങളിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി കൂടി ഭരണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണമെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ഈ രോഗികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് ഇത് വാങ്ങിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. LDF എന്ന നിലയിൽ ആ സമരപ്രക്ഷോഭ പരിപാടി ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അതേസമയം പദ്ധതി ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ധനസഹായം മുടങ്ങുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ എന്തുകൊണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച് നിർധനരായ രോഗികൾക്ക് തുക നൽകുന്നില്ല എന്ന ചോദ്യത്തിന് കോർപ്പറേഷന് മറുപടിയില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.